ചില സമയങ്ങളിൽ പല വേദി കയറുമ്പോഴും അമ്മ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്ന നമ്മൾ കാണാം. അത് മനോജനും പ്രശാന്ത് രാജിനും പറ്റും, ഞങ്ങൾക്കൊക്കെ അറിയാം ആ അമ്മയുടെ സ്നേഹം. ഈ വേദിയിൽ നടുക്ക് ഭാഗത്തായിട്ട് എന്തൊരു ആൾക്കൂട്ടം ആരെയും ഒരാളെ താങ്ങിയെടുത്തുകൊണ്ട് ഓടുന്നൊരു രംഗം കാണാം. അപ്പം നമുക്ക് കാണാമെങ്കിലും നിങ്ങൾ പെർഫോമൻസ് നിർത്താതെ നടത്തിക്കൊണ്ടിരിക്കുക. ആ അരി മേടിച്ചുകൊണ്ട് ആ ചേച്ചി ബാധ്യതയാവെന്ന് പറഞ്ഞ് നടന്നു പോയിക്കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. അത് നമ്മളിതിൻ്റെ ഈ സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് ഒരുത്തനെ പുറകിൽ നിന്നൊരു വാളും എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരുത്തന് ചാടി ഇറങ്ങി ഒരു പൊട്ടപ്പൊട്ടാന്നങ്ങ് വിട്ടുപോകും. കോട്ടയം റെസ്റ്റ് ഹൗസിൽ ചെല്ലുമ്പോൾ വെളുത്ത് സുന്ദരനായ പൊക്കം കുറഞ്ഞ പയ്യൻ ഭയങ്കര പെർഫോമൻസ് മിമിക്രിയുടെ ശബ്ദങ്ങളൊക്കെ വെച്ച് അവൻ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത്. അപ്പം ഞാൻ ഇവൻ ആരുടെ ആഗ്രഹം കൊണ്ട് ഞാൻ ഉപരി നിവൃത്തികേടും കൊണ്ടായിരുന്നു. സാമ്പത്തികമില്ലാതെ പറ്റില്ല. കാര്യം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അതിന് വീട്ടുകാർ എന്നെ പരിപാടിയൊന്നുമില്ല ഇങ്ങനെ ഇരുന്നാൽ മതിയെന്ന് ചോദിക്കും. അപ്പം എനിക്ക് തോന്നലുണ്ടായി അദ്ദേഹത്തെ പോയി ഒന്ന് കണ്ടാലോ. അപ്പം അങ്ങ് ചെയ്യുന്ന സിനിമയിൽ എനിക്ക് എന്തെങ്കിലും ഒരു വേഷം തന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വന്നാന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് കയറി. ഞാൻ പറഞ്ഞു വീണ്ടും വന്നു എന്നെ രക്ഷിക്കണം. നടന്നൊരു സംഭവത്തിന്റെ ഉൾട്ടയടിച്ച് ഉണ്ടാക്കിയ കുറ്റാണ്. നീ പറഞ്ഞില്ലേ ഇവിടെ എവിടെ പോകണം ഈ കാലാണ്ടി പോകണം നീ പറഞ്ഞില്ലേ? അതിന് വിനോദ് വന്നോടാ, ഓട്ടോഷായിട്ട് വന്നോടാ. പിന്നെ പരാതിയൊന്നും ഞാൻ ഇന്നവരെ ഒരു കലാകാരന്മാരെ ആരായാലും കുറ്റം പറയുക അവരെ കൊള്ളത്തില്ലെന്നോ അല്ല അവര് താഴ്ന്നോ പറയാനോ പോകാത്ത ഒരാളാണ്. എനിക്ക് അങ്ങനെ ആഗ്രഹമില്ലാത്ത ആളാണ്. ഇവരെയൊക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സാഹസികമായിട്ടുള്ള ഓട്ടത്തിലേക്ക് പറ്റത്തില്ല. അപ്പൊ കയ്യിൽ കുഞ്ഞൊരു കല്ലുണ്ടാകും, പെരുവരയിലെ കുത്തി പറക്കാന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി പുഴവാതിലുള്ള ഒരു കടയുടെ മുന്നിലാണ്. ഈ കടക്കാരനെ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അറിയും. അത് മറ്റാരുമല്ല, 40 വർഷത്തോളമായി മിമിക്രി രംഗത്ത് സജീവ സാന്നിധ്യമായിട്ടുള്ള കണ്ണൻ സാഗറാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താണ് പുതിയൊരു റോളിലാണല്ലോ ചേട്ടൻ ഇപ്പൊ കാണുന്നത്? മിമിക്രി രംഗമൊക്കെ പൂർണ്ണമായും വിട്ടോ? ഇല്ല, ഒന്നും വിട്ടില്ല. മിമിക്രിയൊക്കെ ഉണ്ട്. സ്റ്റേജ് ഷോ കുറവാണല്ലോ, തീരെ കുറവ് പരിപാടികളൊക്കെ. ഇനി ഇപ്പോഴത്തെ ഗ്യാങ്ങൊന്നുമില്ല. പഴയ പോലെ 10 മണി കഴിഞ്ഞുള്ള പരിപാടികളൊക്കെ കുറഞ്ഞുകൊണ്ട് ഷോയും കുറവാണ്. പിന്നെ പരിപാടി ഇല്ലാത്തപ്പോഴും ചാനൽ ഷോ ഒക്കെ അതും വളരെ കുറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ നമുക്ക് ആരും ഫയലിൽ കൂടി പറന്നു വരത്തില്ല ആഹാരം. അപ്പോൾ ചെറിയൊരു സെറ്റപ്പ്, നമ്മുടെ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റിയ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റിയ, ആരുടെ കീഴിൽ പോകാതെ നമുക്ക് കഴിയാൻ പറ്റുന്ന ചെറിയൊരു സംരംഭം. വൈഫിൻ്റെ ബുദ്ധിയാണ്. അവളാ പറഞ്ഞ ഇങ്ങനെ ചെറിയ കടയിടാം, ഇങ്ങനെ ഇട്ട കടയാ. ഒന്നുമില്ല, ദാരിദ്ര്യം പട്ടിണിയും ബുദ്ധിമുട്ടൊന്നുമല്ല കേട്ടോ. എന്നാലും ഒരു എൻജോയ്. ഇവിടെ പല വിധത്തിലുള്ള ആൾക്കാർ വരും, അവരുടെ സന്തോഷവും ദുഃഖങ്ങളും ഒക്കെ ചിലപ്പോൾ പങ്കുവയ്ക്കും. ചിലർ ദേഷ്യപ്പെട്ടു പോകും, ചിലർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുണ്ടാകും. രസമല്ലേ? പിന്നെ നമ്മളെ അറിയുന്ന ആൾക്കാരൊക്കെ ഉള്ളു വരുന്നതൊക്കെ, അവിടെ ഒരു സന്തോഷം. പിന്നെ നമ്മൾ വലിയ കലാകാരൻ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കാര്യങ്ങൾ നടക്കുന്ന സമ്പത്തില്ലാതെ പറ്റത്തില്ല, സാമ്പത്തികമാണ്. അതുകൊണ്ട് ചെറിയ സംഭവം തുടങ്ങി ഒരു കടയിടുന്നേ ഉള്ളൂ. സംതൃപ്തനാണ്, കുഴപ്പമില്ല. ഷോ വന്നാൽ പോവും, പരിപാടിക്ക് പോവും, സിനിമ വന്നാൽ സിനിമയ്ക്ക് പോവും, ചാനൽ ഷോ വന്നാൽ അതിനൊക്കെ പോവും ഞാൻ. അപ്പം കുറവുകൊണ്ടാണ്, എങ്കിലും വരുമ്പം വിളിച്ചാൽ അന്നേരം പോകും. വ്യത്യാസം രണ്ട് വ്യത്യാസങ്ങളാണ്. കല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് അവരെ എൻജോയ് ചെയ്യിക്കുക എന്നുള്ളതാണ് കല. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല, ചുരുക്കം ചിലർക്ക് കിട്ടുന്നൊരു സംഭവം. അതിൽ ദൈവം എനിക്ക് തന്നതിന് സന്തോഷമുണ്ട്. പക്ഷേ കച്ചവടം എന്ന് പറഞ്ഞാൽ തന്ത്രമാണ്. തന്ത്രവും അതുപോലെ കുതന്ത്രങ്ങളും ഒക്കെ ഉണ്ടാവും. ബിസിനസ് ആകുമ്പം ഏറ്റക്കുറവുകളുണ്ടാവും, ചിലപ്പോൾ ലാഭവിഹിതം കുറയും. നമ്മൾ ഇന്ന് മേടിച്ചു വെക്കുന്ന സാധനം ചിലപ്പോൾ നാളെ ചെല്ലുമ്പോൾ ഇന്ന് മേടിച്ചേക്കാണ്ടി പൈസ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സാധനം ആദ്യം മേടിച്ച വിലയ്ക്ക് നമ്മൾ കൊടുക്കത്തില്ല. അല്ലെങ്കിൽ അവർ കടക്കാർ അവിടെ ഇത്ര അന്ന കടയിൽ ഇത്രയേ ഉള്ളൂ എന്നൊന്നും പറയും. ഇത് ഇത് കൊടുക്കൽ വാങ്ങലിൻ്റെ വേറൊരു ഭാഗമാണ് ഈ പറഞ്ഞ കച്ചവടം എന്നുള്ളത്. ഇവിടെ വരുന്ന ഒരുപാട് പെണ്ണുങ്ങൾ പറയാനുണ്ട് ഞാൻ ലോലലാണ്. കാര്യം
ആദ്യം വന്ന് ചേട്ടാ കുറേ സാധനങ്ങൾ പറയും എടുത്തു കൊടുത്തപ്പോഴേ ചേട്ടാ പറ്റിൽ എഴുതിക്കാറാൻ പറയുന്നത്. അന്നേരം പിന്നെ ലോലനായില്ലേ പറ്റത്തുള്ളൂ. അവർ പറയും അണ്ണനുണ്ടെങ്കിൽ പാവാ, വൈഫുണ്ടെങ്കിൽ അവള് കാര്യം പറയും. അതെങ്ങനെ നമുക്ക് സാമ്പത്തികമാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു ചൂടാകലല്ല, കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട്. ഞാനുള്ളപ്പോൾ പെണ്ണുങ്ങൾക്ക് ചിലർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ആണെങ്കിൽ സാധനം കൊടുത്ത് ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ. എന്നാലും നമുക്ക് എല്ലാവരുടെയും അറിയാവുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പോഴത്തെ ജീവിത രീതിയും എല്ലാം അറിയാം. സാധനങ്ങൾക്കെല്ലാം ഭയങ്കര കച്ചവടമൊക്കെ ആയപ്പോഴും നമുക്ക് അറിയുന്നത് ഭയങ്കര വിലയാണ് സാധനങ്ങൾക്കൊക്കെ. പിന്നെ വലിയ ഭയങ്കര ലാഭവിഹിതമൊന്നും ഇല്ലാതെ നമ്മൾ ചെറിയ ഇതിലൊക്കെ ചെയ്തു പോകുന്നു. അപ്പം കട തന്നെ അല്ല, കൂട്ടത്തിൽ വീടുകൊണ്ടൊന്ന് ശകലം കൊണ്ടൊന്ന് വിപുലപ്പെടുത്തുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നടക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. 40 വർഷമായിട്ട് കലാരംഗത്ത് എന്നൊക്കെ പറയുമ്പോൾ കലയെ അതുപോലെ സ്നേഹിക്കുന്ന ഒരാളല്ലേ? അത് എങ്ങനെയാണ് ആ കലയെയൊക്കെ വിട്ട് ഇപ്പോൾ ഒരു കച്ചവടം അല്ലെങ്കിൽ ജീവിതമാർഗം എന്നൊക്കെ പറഞ്ഞ് തിരിയുമ്പോഴത്തേക്ക് അതിലൊരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ? അയ്യോ, ഞാൻ കല വിട്ടിട്ടില്ല. കല എൻ്റെ കൂടെ പുറപ്പാണ്. അത് ഞാൻ മണ്ണോട് മണ്ണാകണം എൻ്റെ കല പോകണമെങ്കിൽ. ഇപ്പൊ അവസരങ്ങൾ കുറവാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ നമുക്ക് അവസരങ്ങൾ കുറയുമ്പോഴത്തേന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ കുറവ് പരിഹരിക്കാനും നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്ഥാപനം ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. കല വിട്ടിട്ടില്ല. കലയാണ് ജീവിതവും ജീവനും കലയാണ്. ഇപ്പം എല്ലാത്തിലും മൊത്തത്തിൽ വർക്കും കുറവായതിൻ്റെ ഇതാണ്. പിന്നെ സിനിമകളിലൊക്കെ ഒരുപാട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം കൂടുതലും നമുക്ക് നല്ല പരിചയമുള്ളതും നമ്മളെ സഹായിക്കാൻ മനസ്സുള്ളവരും കുറച്ചേറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വളരെ കുറച്ച് സിനിമകളൊക്കെ ഉള്ളൂ, വല്ലപ്പോഴൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പം തീർച്ചയായിട്ടും അവരുടെ സിനിമകൾ വന്നാൽ എനിക്കതിനകത്ത് വിഷങ്ങളൊക്കെ കിട്ടും, എനിക്ക് ഉറപ്പാണ്. പിന്നെ ഞാൻ അത്ര ഭയങ്കര നടനോ അല്ലെങ്കിൽ അത്ര വലിയ കലാകാരനോ ഭയങ്കര എടുത്തു പറയുന്ന ആളൊന്നും അല്ല ഞാൻ പതുക്കെ പിച്ച വെച്ച് ചെറുപ്പം പോലെ കല എന്നുള്ളത് ഉത്സവപ്പറമ്പുകളിലൊക്കെ പോയി ഈ വാദ്യോപകരണങ്ങൾ വായിക്കുന്നതും ആനകളും എഴുന്നള്ളതും ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനകത്ത് അങ്ങനത്തെ ഒരു ആളാകണം, അല്ലെങ്കിൽ ചെണ്ടയടിക്കുന്ന ആളാകണം, അല്ലെങ്കിൽ സ്റ്റേജിലൊരു ഷോ ബാലയെ കൊണ്ട് ഒരുപാട് അതിശയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ എന്തായാലും ഒരാളാകണമെന്ന് മനസ്സിൽ വെച്ച് ആണ് ഞാൻ തബല തബലിസ്റ്റ്. അപ്പം അങ്ങനെ ഞാൻ തബല സാധ്യമാക്കി പഠിച്ചു. ഒരു 6 വർഷത്തോളം പഠിച്ചു. ഗാനങ്ങൾ ട്രൂപ്പിലൊക്കെ പോയിക്കൊണ്ടിരുന്ന. അപ്പോൾ ആ ട്രൂപ്പിൽ യാദൃശ്യമായിട്ടൊരു മെമിക്രി ആർട്ടിസ്റ്റ് 2 പേര് പരിപാടി അവതരിപ്പിച്ച് സുപ്രഭാതത്തിലായാലും ഒരാൾക്ക് വരാൻ പറ്റിയില്ല. അപ്പം കൂട്ടത്തിൽ എൻ്റെ തബല പിടിച്ച് ആശാനം കൂടി പറഞ്ഞു തന്നാൽ ദീപൻ എന്തെങ്കിലുമൊക്കെ കാണിക്കും, ഇവനെ പിടിച്ച് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ചോദ്യത്തിൽ തലയാട്ട് നിന്നാൽ മതി. അങ്ങനെയാണ് എൻ്റെ മെമിക്രി തുടക്കം. കോട്ടയത്തൊരു ട്രൂപ്പ്, ഒരു ജിജിമോൻ ഐമൻ എന്ന് പറഞ്ഞൊരു ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം അവർ ഈ ബാലജനസഖ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയുടെയും ഒക്കെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇതുപോലെ മംഗളത്തിൻ്റെ പരിപാടി നടന്നപ്പോൾ അവിടുന്ന് ഒരു ആർട്ടിസ്റ്റ് വന്നു. ആ ആർട്ടിസ്റ്റിനെ ഈ ജിജിമോൻ പരിചയപ്പെട്ടു. അന്ന് അവരോട് ചോദിച്ചാൽ നമുക്ക് ചെറിയ ട്രൂപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ആളെയും കൂട്ടി അങ്ങനെ അക്കിമുക്ക എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. നടനമൊക്കെയാണ് കോട്ടയം അക്കിമുക്ക. ഇത് ഗാർഡ് സിനിമ, കലാഭവൻ മണിയെ ഒറ്റയ്ക്ക് വെച്ച് സിനിമയ്ക്ക് ചെയ്ത ആളാണ്. ഇക്ക എനിക്ക് നല്ല പരിചയമുള്ള ആളായിരുന്നു. അപ്പോൾ ഇക്കയുടെ അവിടെ ഇടയ്ക്ക് ഞാൻ കോട്ടയത്ത് ചെല്ലുമ്പോൾ ഈ യാദൃശ്യമായിട്ട് തിരുനഗരം അമ്പലത്തിൽ അവിടെ വെച്ച് ഇവരെയും പരിചയപ്പെട്ടു. ഇക്കയുടെ കൂടെ ചെറിയൊരു പരിപാടി വെച്ച് അന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ ഞങ്ങളൊരു ട്രൂപ്പ് തുടങ്ങാം, നമുക്ക് എൻ്റെ കൂടെ സഹകരിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ കോട്ടയം റെസ്റ്റ് ഹൗസിൽ ചെല്ലുമ്പോൾ വെളുത്ത് സുന്ദരനായി പൊക്കം കുറഞ്ഞ പയ്യൻ, ഭയങ്കര ഫെർമോസ് മിമിക്രിയുടെ ശബ്ദങ്ങളൊക്കെ വെച്ച് അവൻ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത്. അപ്പം ഞാൻ ഇവർ ആരുടെ അപ്പോൾ എനിക്കും കുറച്ച് ഒക്കെ ചെയ്യാനറിയാം. ഞാനൊരു രുദ്രാക്ഷമാല കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും മോശമല്ലാത്ത രീതിയിൽ ഞാനും നിൽക്കുന്നത്. അപ്പോൾ ഈ ജജിവും വന്ന് തന്നെ പരിചയപ്പെടുന്നു. ഇതാണ് ജാഫർ, അദ്ദേഹത്തിൻ്റെ വീട് ഇടുക്കിയിലാണ്. ഇതുപോലെ മത്സരത്തിന് വന്നാണ്. അങ്ങനെ ഇടുക്കി ജാഫറിനെ പരിചയപ്പെടുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രഗത്ഭനും പ്രശസ്തനുമായ മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകമായ ജാഫർ ഇടുക്കി. ഞങ്ങളങ്ങനെ 11 വർഷത്തോളം ഒന്നിച്ച് കലാപരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. ഒരുപാട് അനുഭവങ്ങളും ഒത്തിരി. അവിടുന്ന് പ്രൊഫഷണൽ അല്ലെങ്കിൽ കലാമ റഹ്മാനിക്കയുടെ ട്രൂപ്പിൽ ജാഫറിൻ്റെ ഒരു ആശാനുണ്ടായിരുന്നു, രാജിനടിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ പ്രകാരം അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് കലാമ റഹ്മാനിക്കയുടെ സന്ദർശിച്ച് വന്ന് കയറി. പിന്നെ പ്രൊഫഷണലായിട്ട് അവിടുന്ന് ഞങ്ങളുടെ യാത്രയാത്ര തുടങ്ങുമായിരുന്നു.
തുടങ്ങി കുറേ ദൂരം ചെന്നപ്പം ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ ആള് സിനിമകളും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ മാറി. അപ്പോഴും ഞാനും പ്രയാണം തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ ഭാഗ്യവും നിർഭാഗ്യവും അതിൻ്റെ ഒന്നുമല്ല, ഇതിനകത്തൊക്കെ അർപ്പണബോധവും ഒക്കെയാണ്. നമ്മുടെ കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കുറേ അലയണം, കുറേ ശ്രമിക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പരിപാടി എറണാകുളത്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങ് പോരും. ജാഫറിനൊക്കെ പറഞ്ഞാൽ ഇടുക്കിയിലോട്ട് വണ്ടി വെളുപ്പനോ അല്ലെങ്കിൽ ഒക്കെ ആ സമയത്തൊക്കെ നോക്കി അവർ യാത്രയൊക്കെ ചെയ്തു. അപ്പം അവിടെ നിൽക്കും. അവിടെ നിന്ന് ആരിലൊക്കെ പരിചയപ്പെട്ടു വരുന്നവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം അങ്ങനെ നിന്നു. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം വലിയ ആളായതും നടനായതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ശ്രമങ്ങൾ ഒത്തിരി വേണം. അപ്പോൾ ശ്രമത്തിൻ്റെ ഭാഗമാകണമെങ്കിലും നമ്മൾക്ക് ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ അവരെന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ അവൻ പാവ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഒരു ശുദ്ധനായ മനുഷ്യൻ, അല്ലെങ്കിൽ ശകലം അഭിനയശേഷി അല്ലെങ്കിൽ ശകലം കഴിവുള്ളവനാണ്, അപ്പോൾ അവനൊരു അവസരം കൊടുക്കാമെന്നൊരു ഗോഡ് ഫാദർ പോലെ ഒരാൾ വിചാരിച്ച് ആരോടും പറയുമോ അല്ലെങ്കിൽ നമ്മളെ പരിചയപ്പെടുത്തുകയോ ചെയ്യണം. ശരിക്കും എന്നെ സംബന്ധിച്ച് അങ്ങനെ പരിചയപ്പെടുത്തൽ കുറവാണ് എനിക്ക്. ഒരു ദിവസം ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ മാർട്ടിൻ പ്രക്കാട്ട് എന്ന സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ വീട് കുറച്ച് മാറിയാണ്. അപ്പോൾ എനിക്ക് തോന്നലുണ്ടായി അദ്ദേഹത്തെ പോയി ഒന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ നേരെ ചെന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ഭാഗ്യം പോലെ അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നോട്, അപ്പോൾ എന്നെ അറിയാം, ചെറുപ്പം പോലെ അറിയാം, അദ്ദേഹം ചേട്ടൻ ഞങ്ങളൊക്കെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ എന്നോട് ചെന്നിറങ്ങി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട്. 1-2 സിനിമ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങ് ചെയ്യുന്ന സിനിമയിൽ എനിക്ക് എന്തെങ്കിലും ഒരു വേഷം തന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വന്നാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആദ്യം കുറച്ച് ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സിനിമയിൽ എല്ലാവരും ഫിക്സായി, ദുൽഖർ സൽമാനാണ് അതിനകത്ത് അഭിനയിക്കുന്നത്, അപ്പോൾ അത് ഫിക്സായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാലും എന്തെങ്കിലും ഒരവസരം ഒന്നുമില്ല, നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും കൊണ്ട് പറയാം കേട്ടോ എന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു ചായയൊക്കെ തന്നു, കുടിച്ച് ഞാനങ്ങ് പോയി. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വിളി വരുന്നു. വെളുപ്പിന് രാത്രിയില്ല, ഒരു 7:30 ആകുമ്പോൾ ഒരു വിളി വരുന്നു. നാളെ വെളുപ്പിന് ഒരു 6:30 മണിയോട് കൂടി അങ്കമാലി കൊസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെത്താമോ, സിനിമ തുടങ്ങുന്ന അതിനകത്ത് ചെറിയ വേഷം, മാർട്ടിൻ പ്രക്കാട്ട് പറഞ്ഞിട്ട് വിളിക്കാമെന്ന്. എനിക്ക് സന്തോഷമായി പോയി. ഞാൻ അന്ന് ഉറങ്ങിയില്ല, ഉറക്കം വരുന്നില്ല, സന്തോഷമുണ്ട് ഉള്ളിൽ. അപ്പോൾ അവിടുന്ന് 3 മണിയപ്പം ഞാൻ എഴുന്നേറ്റ് 3-3:30 കഴിഞ്ഞ് ഞാൻ നേരെ സ്റ്റാൻഡിൽ വന്നു. സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി അങ്കമാലി ചെന്നു. അങ്കമാലിയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു കൊസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ ചെന്നു. ചെന്നപ്പോഴത്തേന് ഞാൻ 6 മണിയോട് കൂടി കോളേജിനവിടെ ചെന്നു. അപ്പോൾ ആരുമില്ല, ഷൂട്ടിങ്ങിനൊന്നും ആരും വന്നിട്ടൊന്നുമില്ല. പിന്നെ വിചാരം ഇനിയിപ്പം ഇല്ലേ എന്ന് പ്രതീക്ഷിച്ചു. ഇങ്ങനെ കുറച്ച് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പം യൂണിറ്റ് വണ്ടി ഓരോ വണ്ടികൾ വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ 8 മണി കൂടി അദ്ദേഹം വന്നു, ഡയറക്ടർ വന്നു, മാർട്ടിൻ പ്രക്കാട്ട് വന്നു. ഞാൻ ചെന്ന് കണ്ടു. കാണാം, അങ്ങനെ ചെറിയൊരു വേഷം, ഒരു പിയുണ്ട് കുഞ്ഞൊരു വേഷമാണ്. ഡയലോഗൊക്കെ കേട്ടോ, ചെറിയ ഡയലോഗേ ഉള്ളൂ, ഒറ്റ സീനേ ഉള്ളൂ, ഒരു ക്ലാസ് റൂമിൽ വരുന്നു. നമുക്ക് ആയിക്കോട്ടെ, സന്തോഷം. അങ്ങനെ ഞാൻ ആ വേഷം ചെയ്യുന്നത് ദുൽഖർ സൽമാനും ഗ്രിഗറിയൊക്കെ ഇരിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ ഞാൻ വന്നിട്ട് ഒരു നോട്ടീസ് വാങ്ങിക്കുന്ന സിനിമ അത് ടെക്കിലെടുത്തു കഴിഞ്ഞിട്ട് അന്ന് കഴിഞ്ഞു. വരണ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, പിന്നെ ഒരു ചെറിയൊരു സംഭവമേ ഉള്ളൂ, അത് വേണമെന്നില്ല, ഇതുകൊണ്ടല്ലേ വേണമെന്നില്ല, അത് വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോ കുഴപ്പമില്ല കാരണം എന്ന് പറയും. അപ്പം ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ തരണം, ഞാൻ തന്നെ ചെയ്തോളാം, അല്ല ഇത്ര ദൂരം പോയിട്ട് വരണോ. ഞാൻ പറഞ്ഞാൽ അത് വന്നോളാം, എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി, എത്തിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി. വീണ്ടും എന്നെ പിന്നെയും വിളിച്ചു, ചെറിയ സീനോടെ പിന്നെയും പോയി ചെയ്തു. ABCD എന്ന സിനിമ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം സിനിമ ചെയ്യുന്നു, ചാർലി എന്ന സിനിമ ചെയ്യുന്നു അറിഞ്ഞു. ഞാൻ വീണ്ടും ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് കയറി. ഞാൻ പറഞ്ഞു, വീണ്ടും വന്നു എന്നെ രക്ഷിക്കണം. എന്താ കണ്ടാ, ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വേണം തരണം, കാരണം ഇതിനകത്തൊന്നുമില്ല, ഇത് ആർട്ടിസ്റ്റുകൾ കുറവാണ്, പിന്നെ ഇത് ഹൈ റേഞ്ച് പ്രദേശത്താണ് കൂടുതലും ഷൂട്ടും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിനകത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് എന്തായാലും തരണം പറഞ്ഞിട്ട് അദ്ദേഹം തമിഴ് പറയും ചോദിച്ചു. ഞാൻ പറഞ്ഞു തമിഴ് പറയാം, എന്നാൽ 2 തമിഴ് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തമിഴ് 2 എങ്ങനെ പറയും, അതാണ് ചോദിച്ചേ, തമിഴ് പറയും ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു തട്ടിമുട്ടിക്ക് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം 2-3 സംസാരമൊക്കെ സംസാരിപ്പിച്ചു കഴിഞ്ഞ് പറഞ്ഞു ഡയലോഗ്സൊന്നും കാണത്തില്ല, പക്ഷെ ചില സീനിനകത്ത് ഇങ്ങനെ വന്നു പോയി നിൽക്കും. അവിടെ ഒരു സ്ഥാപനത്തിലൊരു ജോലിക്കാരനെ, ഒരു പുറല് ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്.
എന്ന് പറയും. കുക്കിനൊക്കെ സഹായിക്കുന്ന ആളാണെന്ന് അങ്ങനെ മരുതെന്നും പറഞ്ഞ കഥാപാത്രം ദുൽഖർ സൽമാൻ്റെ കൂടെ അവിടെ കുറേ ബുദ്ധസാധനമാണ്. ആ ബുദ്ധന്മാരൊക്കെ ഉള്ള സാധനം അതിനകത്ത് ഒരു തമിഴനായിട്ട് ഞാൻ അഭിനയിച്ചു. ചാർലി സിനിമ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് ആ സിനിമ കണ്ടിട്ട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. എങ്ങനെ ദുൽഖറിനെ കൂടെ ചെന്ന് വെട്ടുമെന്നൊക്കെ അവർക്ക് വളരെ അത്ഭുതമായിട്ട്. അത് മട്ടിമ്പ്രക്കാടെന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സാണ് എനിക്ക് ആ വേഷം കിട്ടി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് മാർട്ടിൻപ്രക്കാടിനോട് ചോദിച്ചു, നടന്ന സിനിമയൊന്നും കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, വേറെ ഒന്നും ആയില്ല, ആരും വിളിക്കുന്നുണ്ട്, വലിയ വരുമായിരിക്കുന്നു പറഞ്ഞു. അതും പറഞ്ഞു നല്ല സംഭവമാണല്ലോ കണ്ണ് ചെയ്യുന്നത്, പിന്നെന്താ കണ്ണാരും വിളിക്കാത്തതെന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല. ഞാൻ പറഞ്ഞു താങ്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നെ വിളിക്കുമല്ലോ. അത് പറഞ്ഞു നോക്കാൻ കണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു. ഞാനിടയ്ക്ക് അദ്ദേഹത്തെ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്. അല്ല അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വേണം എന്നാഗ്രഹിക്കുന്ന ചില നമ്മൾ ചോദിക്കുമ്പം നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ. മറ്റൊന്നുമല്ല. ഞാൻ അവസരങ്ങൾ ചോദിച്ച് ഒരുപാട് പോകാറുണ്ട്. പലരോടും ചോദിക്കാറുണ്ട് സിനിമകൾ ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ ഞാൻ വിഷം വല്ലതും ഉണ്ടെങ്കിൽ തരണേ ഇങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കട്ടെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു തരാം എന്ന് പറഞ്ഞു. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടാ ഞാനൊരു സിനിമ ചെയ്യുമ്പം എൻ്റെ പടത്തിൽ ചേട്ടന് ചെറിയ വേഷം ഞാൻ തരും ചേട്ടാ എന്ന്. പണ്ട് കോമഡി കണ്ടിട്ട് കാസറ്റ് കോമഡി കണ്ടിട്ട് മനോജിനസായിട്ടുള്ള പരിപാടികളൊക്കെ കണ്ടു. അതുപോലെ അബീക്കയുടെ കൂടെ അഭയ് ഷൺമുഖം എന്നുള്ളതൊക്കെ കണ്ടിട്ട് അതുപോലെ കാണുന്ന ഒരു ആരാധകനാണ്. ഭാഗ്യം പോലെ അദ്ദേഹം ഒരു സിനിമ ചെയ്തു. ആ സിനിമയിൽ എനിക്ക് റോട്ടൊരു വേഷം, ഞാൻ എൻ്റെ ഷൂട്ട് കഴിഞ്ഞൊരു 10-12 ദിവസം കഴിഞ്ഞിട്ട് എവിടെയായിരുന്നു, ഷൊർണൂർ ഭാഗത്തായിരുന്നു. ഇവിടെ കക്കാട്ടുമന എന്ന് പറഞ്ഞ മനയിൽ ഒരു ഹൊറർ ചിത്രം അതും ചെയ്ത് ഞാൻ വന്ന ഒരു 4-5 ദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്തിരുന്ന് എന്നെ വിളിച്ചു. എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ വന്നു. എൻ്റെ കടയിൽ ഞാനൊരു കുഞ്ഞു സ്ഥാപനം തുടങ്ങി. ആ കട കണ്ടില്ലേ, അതിപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ കടയിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയുണ്ട് ഇങ്ങനെ ഞങ്ങളെന്തെങ്കിലും സഹായിച്ചാലോ പറഞ്ഞു. പിന്നെ സഹോദരൻ ഞാൻ അത്ര ഭയങ്കര ദാരിദ്ര്യമല്ല, അല്ലെങ്കിൽ അത്രയേറെ ഇതിലൊന്നും അല്ല. ഞാൻ എൻ്റെ സ്വകാര്യമായിട്ടുള്ള ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉള്ളൂ, അല്ലാതെ എനിക്ക് പിന്നെ എന്നെക്കാളും എത്രയോ താഴെ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്. അങ്ങനെയൊക്കെ തോന്നിയ മനസ്സ് അവർക്കൂടെ കൊടുക്കും. അപ്പം എനിക്ക് പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ മേടിച്ച് വെച്ച് ഇങ്ങനെ വിൽക്കാനുള്ള സംഭവങ്ങൾ ഇപ്പം കുഴപ്പമില്ല, എനിക്ക് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു. അല്ല ചേട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം, അത് ചെയ്യാമെന്ന് പറയും. അപ്പം തീർച്ചയായിട്ടും ആ മനസ്സിന് തന്നെ നമ്മളെ സഹായിക്കാൻ തോന്നി. അല്ല അങ്ങനെ ചില ആൾക്കാരും പിന്നെ പറയാറും വിളിക്കാറും ഒക്കെ. ഓക്കെ. പിന്നെ കലാപരിപാടിയിലെ ഓർമ്മകൾ വേദനിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. മനോജ് ഗിന്നസ് ഞങ്ങളെല്ലാം കൂടെ ഒരു ഷോയ്ക്ക് വാളകം പ്രദേശം കൊട്ടാരക്കര അവിടെ. അപ്പോൾ അവിടെ ഒരു അഡീഷണൽ SI അദ്ദേഹം റിട്ടയർഡായി ഉണ്ടോയെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ മകൻ അഭിലാഷ്, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അടുത്തുള്ളൊരു പാവപ്പെട്ടൊരു പയ്യൻ, അവൻ്റെയും പേര് അഭിലാഷാണ്. അപ്പം മനോജ് ഗിന്നസ് ഞങ്ങളുടെ ഈ കോമഡി കാസറ്റ് കണ്ട് എങ്ങനെയൊക്കെയോ നമ്പർ, അന്നൊക്കെ ലാൻഡ് ഫോൺ നമ്പർ അതൊക്കെ കണ്ട് തപ്പി പിടിച്ച് വിളിച്ച് മിക്കപ്പോഴും വിളിക്കുകയും മനോജിനെ വിളിക്കും. എൻ്റെ നമ്പർ എനിക്കില്ല, എനിക്ക് അടുത്തുള്ള വീട്ടിൽ നമ്പർ, ചിലപ്പോൾ അതിലൊക്കെ വിളിക്കാറുണ്ടാവും. അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നൊരു പയ്യന് വർഷങ്ങൾക്ക് ശേഷം അവർ വീടിനടുത്തൊരു പരിപാടി ഒരു അമേരിക്കൻ ടീം ബുക്ക് ചെയ്തു ക്ഷേത്രത്തിൽ. ഞങ്ങളങ്ങനെ ചെന്ന വഴിക്ക് ഈ പയ്യൻ നേരത്തെ വിളിച്ചു, ചേട്ടാ ഞങ്ങളെടുത്ത പരിപാടി വീട്ടിലൊന്ന് പറയണമെന്ന് പറയും. അവരുടെ സന്തോഷം അമ്മയ്ക്കൊക്കെ ഒന്ന് കാണണമെന്ന് പറയും. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പോയി മനോഹരന് പറഞ്ഞു അവിടെ കണ്ടിട്ട് നമുക്ക് ആ പോകുന്ന വഴിക്കല്ലേ അവിടെ നിന്ന് പോകുന്ന പറഞ്ഞാൽ അങ്ങനെ ഇവരുടെ വീടിൻ്റെ അവിടെ ചെന്നു. പിന്നെ ഇപ്പോൾ ഇവന് സന്തോഷം കൊണ്ട് നിൽക്കാൻ പോയി. നേരെ വീട്ടിൽ കൊണ്ടുവരുന്ന വീട്ടിലുള്ള സ്ഥലത്ത് ചെറിയ വീടാണ്. ഞങ്ങൾക്ക് അതിനെ അമ്മ വന്ന് പരിചയപ്പെട്ടു. അമ്മ കടിഞ്ചായയും കുറച്ച് ബേക്കറി പലഹാരവും ഒക്കെ വെച്ച് കഴിച്ചു. അമ്മയ്ക്ക് സന്തോഷം. അമ്മ പറഞ്ഞു നിങ്ങളുടെ ഇവനെ കാത്തിട്ട് കാണിക്കും നിങ്ങളുടെ പരിപാടി, അയ്യോ മോനെ ഒരുപാട് ചിരിക്കും, നിങ്ങളെയൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റില്ലോ എന്ന്. ഞാൻ അമ്മയുടെ സന്തോഷം അങ്ങനെ വളരെയേറെ അവൻ അനിയനും ഒക്കെ ആയിട്ട് സന്തോഷിച്ച് ഞങ്ങൾ അവിടുന്ന് ഒരു 1-2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പരിപാടി നടക്കുന്നത് ക്ഷേത്രത്തിൽ. അങ്ങനെ 9:30 അപ്പം ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഭയങ്കര ജനം, ഷോ കാണാൻ ഭയങ്കര ജനം. ഞങ്ങളിങ്ങനെ പരിപാടി കളിച്ച് ഈ അഭിലാഷം എന്ന് പറഞ്ഞാൽ വന്ന പയ്യൻ സ്റ്റേജിൻ്റെ പുറകെ അവന് ഇപ്പുറം നിൽപ്പുണ്ട്, സൈഡിൽ നിൽപ്പുറം ഞങ്ങളുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ നിന്ന് ഞങ്ങളുടെ ഒരു ഇതുണ്ട്, ഒരു റൊമാൻറ്റിക് ഡ്രാമ നടക്കുന്ന ഒരു സംഭവമുണ്ട്. നല്ല കോമഡി, അത് ചിരിക്കാത്തതിനും ചിരിച്ചു പോകും. അല്ലാതെ അങ്ങനെയുള്ള ചില കളികളാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പകുതിയോടെ എടുക്കുമ്പോഴത്തേന് ഈ വേദിയിൽ നടുക്ക് ഭാഗത്തായിട്ട് എന്തൊരു ആൾക്കൂട്ടം ആരെയും ഒരാളെ താങ്ങി എടുത്തുകൊണ്ട് ഇങ്ങനെ
ഓടുന്നൊരു രംഗം കാണാം. അപ്പം നമുക്ക് കാണാമെങ്കിലും നിങ്ങൾ പെർഫോമൻസ് നിർത്താതെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് കമ്മിറ്റിയിൽ നിന്ന് ആരോടെ വിളിച്ചു പറഞ്ഞു തന്നെ അവിടെ കട്ട് ചെയ്തു. അപ്പോൾ അതിന് എന്താ ചോദിച്ചു പറഞ്ഞു, ഒരാൾ തലയിറങ്ങി വീണതാണ്, അദ്ദേഹത്തെ കൊണ്ട്, ഒരു സ്ത്രീയാണ്, അദ്ദേഹത്തെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പം കമ്മിറ്റിക്കാർ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇരിക്കുക. പിന്നെ ലൈറ്റ് ഇട്ടു സംസാരിച്ചു, എല്ലാവരും അടങ്ങിയിരിക്കുമ്പോൾ ഷോ തുടങ്ങാൻ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ഷോ തുടങ്ങി. പരിപാടി തീർങ്ങുന്ന ഏറ്റവും ഒരു ചെയിൻ സോങ്ങിന് തൊട്ട് മുമ്പായപ്പോഴത്തേന് അപ്പോൾ ഇതിൽ നിന്ന് അഭിലാഷണം അവനെ പുറത്ത് കാര്യം വല്ല ആണെന്ന് വിചാരിച്ചു. അതിനാണ് കമ്പറ്റിപ്പെട്ട ഒരാൾ വന്ന് പറയുന്നത്, ഈ അഭിലാഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചായ കടിഞ്ചായം ഈ പലകാരം തന്ന ആ അഭിലാഷിൻ്റെ അമ്മ ചിരിച്ചിട്ട് ശ്വാസം മുട്ടി അമ്മ വേദിയോട് കുഴഞ്ഞു വീട് മരിച്ചു. സത്യം പറഞ്ഞാൽ അതൊരു മറക്കാൻ പറ്റാത്തൊരു വലിയ സംഭവമായിരിക്കും. ചിരിച്ചു മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കലാകാരന് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. ചില സമയങ്ങളിൽ പല വേദി കയറുമ്പോഴും അമ്മ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കാൻ നമ്മൾ കാണാറുണ്ട്. അത് മനോജനും പ്രശാന്ത് കാജിനും പറ്റും ഞങ്ങൾക്കൊക്കെ അറിയാം ആ അമ്മയുടെ സ്നേഹം, ആ ഞങ്ങൾ കലാകാരന്മാരുള്ള സ്നേഹം. അങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്നൊരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. ഇടയ്ക്കിപ്പോൾ അഭിലാഷം എന്ന് പറഞ്ഞാൽ ഈ പയ്യനെ വിളിക്കാറൊക്കെ ഉണ്ട്. എല്ലായിടും കഴിഞ്ഞു, മക്കളൊക്കെ ആയി, ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ ഞങ്ങൾക്ക് അവസാനമായിട്ട് ഞങ്ങൾക്കാണ് അമ്മയുടെ കൈകൊണ്ട് കഷ്ടപ്പെട്ടത്. അങ്ങനെ പോയി. അത് വലിയൊരു അനുഭവം. അത് അങ്ങനെ പിന്നെ ഒരു വേദിയിൽ അബികയുടെ കൂടെ കൊച്ചിൻ സാഗറിൻ്റെ പരിപാടി മാളയിൽ, അതും ജീവിതത്തിൽ മറക്കത്തില്ല. ഭയങ്കരമായിട്ട് പരിപാടി കത്തിക്കയറി നിൽക്കുക. ഇപ്പോൾ ജനം, സാഗരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനം, ഒരു പള്ളിപ്പരിപാടിയാണ്. ഞങ്ങളുടെ തൊട്ടപ്പുറം ഒന്നിനടുത്ത് ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്, കമ്മിറ്റിപ്പെട്ടവരാന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ഷോ ഇങ്ങനെ കളിച്ച് നിൽക്കുക. പെട്ടെന്ന് ഈ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ഒരുത്തനെ പുറകിൽ നിന്നൊരു വാളും എടുത്തുകൊണ്ട് ഫ്രണ്ട് ഇരിക്കുന്നതിൻ്റെ ഒരുത്തനെ ചാടി ഇറങ്ങി ഒരു പൊട്ടപ്പെട്ടങ്ങ് വെട്ടുക. ഞങ്ങൾ വേദി ഷോ നോക്കിക്കൊണ്ടിരിക്കും. വെട്ടെന്ന് പറഞ്ഞാൽ അടിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവൻ്റെ പുറകെ വന്ന വേറെ എണ്ണന്മാർ അവന്മാരും ചാടണം. ഫ്രണ്ട് വശത്ത് അടി വെട്ട് തന്നെ, അടിയല്ല വെട്ടുക. കട്ടനിട സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെയാണ്. എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഞങ്ങളും എന്തായി, പോലീസൊക്കെ പുറകില്ല, ജനങ്ങളെല്ലാം 4 വഴി ഓടുക. 3-4-5 പേര് വന്ന് ആ ഗ്രൗണ്ടിൽ കിടന്ന് ഓടി നടന്നു, ഇരുന്നും കിടന്നും പറ്റും. പിന്നെ പോലീസ് വന്ന് 3-4 പേര് പിടിച്ച് കുറച്ച് പേരെ ആശുപത്രി കൊണ്ടുവന്നു. ആരണ്ടൊക്കെ മരിച്ചെന്ന് പറയുന്നത് കേട്ടു. ഷോ അടക്കം നിർത്തി. പരിപാടി വന്ന വികാരച്ചനുണ്ടായിരുന്നു, അദ്ദേഹം വന്ന് പറഞ്ഞു പരിപാടി വേണ്ട നിർത്തിയെന്ന് പറഞ്ഞ് അങ്ങനെ പകുതിയുടെ അടുത്ത ഇപ്പോൾ തന്നെ പരിപാടി നിർത്തി, കൂട്ടിക്കെട്ടി പോണ്ടി കെട്ടി. പിന്നെ ആരാ എന്താണെന്ന് നമ്മളൊന്നും തിരക്കാൻ പോയില്ല. എന്തോ കൂടിപ്പോകളോ ഉത്സവ പറമ്പ് വെച്ചുണ്ടായ താളിലോ വാക്ക് തിരക്കോ ഒക്കെ ആയിരിക്കാം. അതൊക്കെ ഒരുപാട് ഒത്തിരി അനുഭവങ്ങളുണ്ട്. സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള തമാശകളായാലും ഇതൊക്കെ. പണ്ട് എന്നാ ഈ വേദികളായിരുന്നു കലാകാരന്മാരുടെ ആശ്രയം. ചാനലൊക്കെ അന്ന് കുറവാണ്. ഞാൻ കലാമറഹ്മാനിക്കയുടെ കൂടെയൊക്കെ ജോക്സിൻ്റെലൊക്കെ ഉള്ളപ്പം ആ സമയത്ത് ഏഷ്യാനെറ്റ് വരുന്നുള്ളൂ. പിന്നെ ദൂരദർശനിൽ ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് വേദികളിൽ നമ്മൾ അവതരിപ്പിച്ച് കണ്ട് ആദ്യം ഇഷ്ടപ്പെട്ട് വീണ്ടും ബുക്കിംഗ് വന്ന് അങ്ങനെ അങ്ങ് പോകും. അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്ററായി പലരും വന്ന് പറയും പേരെന്നാ പറഞ്ഞു, കണ്ണൻ കൊള്ളാം, അങ്ങോട്ട് ഓരോ നിങ്ങളുടെ കോമഡി കൊള്ളാം. അപ്പം ജാഫർ ഞാനൊക്കെ അങ്ങ് മിന്നി തിളങ്ങുന്ന, ഞാൻ നല്ല കോമ്പിനേഷനാണ്. അങ്ങോട്ട് കൊടുത്താൽ അതിൻ്റെ ഇരട്ടി ഇങ്ങോട്ട് വരും, അതിൻ്റെ ഇരട്ടി ഞാൻ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ കൂടെ ഉള്ളവരെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ വളരെയേറെ പരിപാടികൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അതുപോലെ ഗൾഫ് കൺട്രീസും ഒക്കെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. പിന്നീടത് ചാനലിൽ കൂടി റിയാലിറ്റി ഷോകൾ വന്നപ്പോഴത്തേന് പുതിയതായിട്ട് കുറേ താരങ്ങൾ ജനിച്ചു, പുതിയ കുറേ താരങ്ങളുണ്ടായി. ആ താരങ്ങൾ വന്ന് അവരിലൂടെ വേറെ താരങ്ങൾ വന്നു. അപ്പം ഇതിനകത്ത് ഇങ്ങനെ പരിപാടികൾ അവതരിപ്പിക്കാനും കാണിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കൂടിയപ്പം ഒത്തിരി കലാകാരന്മാരും കലാകാരികളും ഈ ചാനൽ ഷോകളിൽ കൂടി അങ്ങനെ വന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് വരെ ഞങ്ങൾ കാസറ്റുകൾ ഇറക്കുമായിരുന്നു. ഞങ്ങൾ പെട്ടി കാസറ്റ്, മറ്റേ അന്നൊക്കെ പെട്ടിയാണ്. കലാമറഹ്മാനിക്കയുടെ കൂടെ ഒരു ജോക്സിൻ്റെ ഒരു പെട്ടി കാസറ്റിൻ്റെ
ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ടാകും. അതാണ് എൻ്റെ ആദ്യത്തെ. അത് കഴിഞ്ഞ് CD ആയി, പിന്നെ മെഗാ ഷോകളായി, ഇങ്ങനെ വന്ന് പിന്നെ റിയാലിറ്റി ഷോ ആയി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചാനലിൽ പല ചാനലിലും പരിപാടിക്ക് നമ്മളെ വിളിക്കുമായിരുന്നു. വളരെയേറെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുകയും അത് അവതരിപ്പിക്കുകയും ലീഡറായിട്ട് നിൽക്കുകയും നമ്മുടെ കൂടെയുള്ള പല താരങ്ങളും ഇപ്പം വലിയ സിനിമാ താരങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. വളരെ അഭിമാനം, സന്തോഷവും അതിനകത്തൊക്കെ. പക്ഷേ ഇപ്പം ഈ റിയാലിറ്റി ഷോകൾ കൂടിക്കഴിഞ്ഞപ്പോഴത്തേന് ഗ്യാങ്ങുകളായി. ഇപ്പം 2 പേര് 3 പേരുള്ള പരിപാടികളായി. അപ്പം 2 പേര് 3 പേരുള്ള പരിപാടികൾ, ആ 3 പേർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേന് ആ ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരങ്ങളായി. അപ്പോൾ തൊട്ട് താഴെയുള്ളവർക്ക് കുറച്ചുകൂടെ അവസരങ്ങൾ കുറഞ്ഞു. ഇങ്ങനെ മാറിയും മറിഞ്ഞും ജനം ഇങ്ങനെ കണ്ട് പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ മാറ്റി എടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിനകത്തൊന്നും പെടാതെ ഞങ്ങളുടെ പോലുള്ള കുറേ കലാകാരന്മാരുണ്ട്. അപ്പം മത്സരങ്ങൾ വന്നപ്പോൾ തന്നെ ഈ ശകലം ബാക്കിലോട്ടുള്ള തലമുറയിൽപ്പെട്ട നമ്മളെപ്പോലുള്ള കുറച്ച് കലാകാരന്മാരെക്കാട്ടും ഇതിന് മുമ്പിലുള്ളവരും കുറേ കലാകാരന്മാർക്ക് ഈ മത്സരത്തോട് താല്പര്യമില്ലാതെ അവർക്ക് അങ്ങനെ ചെയ്യേണ്ട എന്നുള്ളൊരു മനസ്സ് വരികയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഞാൻ വാശിയോടും വീറോടും തന്നെ ചെയ്തിട്ടുമുണ്ട്. പിന്നെ സമ്മാനങ്ങളോട് പിന്നെ അടുത്തിട്ട് വരെയൊക്കെ ഉണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആഗ്രഹം കൊണ്ട് തന്നെ ഉപരി നിവൃത്തികേടും കൊണ്ടായിരുന്നു. സാമ്പത്തികമില്ലാതെ പറ്റില്ല. കാര്യം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ വീട്ടുകാർ ഇടയ്ക്ക് ചോദിക്കും, എന്നാ പരിപാടി ഒന്നുമില്ല, ഇങ്ങനെ ഇരുന്നാൽ മതിയോന്ന് ചോദിക്കും. പക്ഷെ അതിനെക്കാട്ടി കൂടുതലാണ് ഈ വന്നു പോകുന്നവർ. പരിപാടി ഒന്നുമില്ലല്ലേ, ചുമ്മാ അടുക്കമില്ലേ, ആരും വിളിക്കുന്നില്ല. പുതിയ പിള്ളേരൊക്കെ ഭയങ്കര എന്നാ പരിപാടികളാണ് കാണിക്കുന്നത്, നിങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ പുതിയിരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ മാനസികമായിട്ട് നമുക്കൊരു വല്ലാഴിക വരും. അവരാ ചോദിക്കുന്ന ആത്മാർത്ഥത കൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷെ നമ്മളിലുള്ള നമ്മളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് നമ്മളും ചോദിക്കാറുണ്ട്, എന്തിനാ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ദുഃഖങ്ങൾ, വിഷമങ്ങൾ ഒന്നുമില്ല. നമുക്കുള്ളത് കിട്ടും, വരും എന്നുള്ള പ്രതീക്ഷത്തിന് മുമ്പോട്ട് പോവുക. പ്രോത്സാഹിപ്പിക്കാനും പലരെക്കുറിച്ച് നല്ലത് പറയാനും ചീത്ത പറയാനും ആൾക്കാരുണ്ടാവും. എനിക്ക് വേണ്ടി ഒരാളൊരു നെഗറ്റീവ് കമൻ്റ് ഇട്ട ആളോട് ഞാൻ ഇങ്ങനെ തപ്പിപ്പിടിച്ച് നമ്പർ എടുത്ത് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അതായത് വാട്സപ്പിനകത്ത് ഞാൻ മെസ്സേജ് വിട്ടു, ഞാൻ അങ്ങയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ എവിടുത്തുകാരെന്ന് എനിക്കറിയില്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഏത് രാജ്യത്താണ് ഇപ്പോഴെന്ന് എനിക്കറിയില്ല, എന്തിനാണ് എന്നെക്കുറിച്ച് ഇങ്ങനൊരു കമൻ്റ് നിങ്ങളിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ തിരിച്ചുള്ള ആ മറുപടിയാണ് എന്നെ ഭയങ്കര ചിന്തിപ്പിച്ചു. അപ്പോൾ പറഞ്ഞത്രേ ഉള്ളൂ, നിങ്ങളെപ്പോലുള്ള അറിയപ്പെടുന്ന ചില കലാകാരന്മാർ എല്ലാവരും നല്ലതെന്ന് പറയുമ്പോഴത്തേന് അതിനൊരു സുഖമില്ല. ഈ ഇടയ്ക്ക് ദിവസം പറയണം, നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങൾ വെറും ബോറടാ, നിങ്ങൾ ഭയങ്കര ഓവർ ആക്ഷനാന്ന് പറഞ്ഞ് ഇടുമ്പോഴത്തേന് എന്നെ 10 പേര് ശ്രദ്ധിക്കുമല്ലോ ഞാൻ ആരാന്ന്. ഞാൻ അത്രമാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ചേട്ടാ, നിങ്ങൾ നല്ല കലാകാരനാന്ന് ആ പുള്ളിയോട് പറഞ്ഞു. സ്കിറ്റുകൾ ഞാൻ ഉണ്ടാക്കാറുണ്ട്, പല സ്കിറ്റുകൾ. ഞാൻ എഴുതി വൈറലായ കുറേ സ്കിറ്റുകളുണ്ട്. അതിൽ ഒരു സ്കിറ്റാണ് ഞാനും ഉല്ലാസ് പന്തളൊക്കെ കൂടി ചെയ്തത്. നിനക്കെന്നാ ദാമോദരൻ സാറിനെ വിളിച്ചപ്പോ അല്ലെന്ന് എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്യുന്നൊരു സംഭവം. അത് നടന്നൊരു സംഭവത്തിൻ്റെ ഉൾട്ടയടിച്ച് ഉണ്ടാക്കിയ ഹിറ്റാണ്. ഭയങ്കര ഹിറ്റാണ്, വൈറലായ ഹിറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ വിതുര തങ്കച്ചൻ്റെ കൂടെ ഒരു സ്കിറ്റ് ചെയ്തായിരുന്നു. നേരത്തെ ചെയ്തതാണെന്ന് ഇത് ഞങ്ങൾ അവതരിപ്പിച്ച ആണ്. ഈ അമ്മയെ വീഗാലാൻഡിൽ വിടുന്ന ഒരു സ്കിറ്റുണ്ടായിരുന്നു. അത് ശരിക്കും ഈ പ്രദേശത്തുനിന്ന് കിട്ടിയ ഒരു സ്കിറ്റാണ്. ഒരു അമ്മ സന്ധ്യയാകുമ്പം വെള്ളം ഒഴിച്ചിട്ട് വരുന്ന മകൻ, അമ്മ എടുത്ത് എളി വെക്കുക, എടുത്ത് നടക്കുക, അമ്മ രാവിലെ നമുക്ക് പോകണം എന്ന് പറഞ്ഞ് ഈ ആഗ്രഹം കൊടുക്കുന്ന ഒരു മകൻ. ആ മകൻ്റെ സ്കിറ്റ് അമ്മ ഇതുപോലെ വീഗാലാൻഡിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. രാത്രിയിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്ത് കിടന്നു. പിറ്റേ ദിവസം വെളുപ്പിനെ ഓട്ടോറിക്ഷക്കാരൻ വിനോദ് വരുമെന്ന് പറഞ്ഞ് ഈ അമ്മ ഒരുങ്ങി ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ പിടിച്ച് വരുമ്പോൾ ഈ പുള്ളി വെള്ളം കോരി പല്ല് വെച്ചോണ്ടിരിക്കുക. അപ്പോൾ ചോദിക്കും, അമ്മ എങ്ങോട്ടാ? നീ പറഞ്ഞില്ലേ ഇവിടെ പോകണമെന്ന്. എവിടെ പോകണം? വീഗാലാൻഡിൽ പോകണം നീ പറഞ്ഞില്ലേ. അതിന് വിനോദ് വന്നോടാ, ഓട്ടോറിക്ഷയായിട്ട് വന്നോടാ. പിന്നെ എൻ്റെ ദൈവം,
ഈ തള്ളക്ക് ഇതിൻ്റെ ഭ്രാന്താണ്. ഞാൻ ഇന്നലെ വെള്ളം ഒഴിച്ചിട്ട് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് ഇവർ താണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കൂട് പിടിച്ച് പറിക്കും മേടിക്കും അമ്മയുടെ കയ്യിൽ നിന്ന്. ഞാൻ കൂടുതൽ അറിഞ്ഞില്ല, ഞാൻ നോക്കണ്ടെന്ന് പറയും. അങ്ങോട്ട് നോക്കണം പറഞ്ഞ് പിടിച്ച് പറിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഡ്രൈവറാണ്, ബെർമുടയാണ്. അപ്പോൾ ഇതന്നെ ഇത്. അല്ല, അവിടെ ചെന്ന് കുളിക്കാനൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് കുളി കഴിയുമ്പം ഡ്രസ്സ് മാറാൻ ഇട്ടോണ്ട് കുളിക്കാനും മാറാനും ഒക്കെ ആയിട്ട് ഞാൻ നിക്കറ്. ഇത് എൻ്റെ മൂത്ത ഓരോ നിൽക്കാറല്ലേ, എനിക്ക് വേറെ ഇല്ലാത്തതുകൊണ്ട് എടുക്കാം പറഞ്ഞ് അങ്ങനെ. അത് ഉർവശി ചേച്ചി, സിദ്ദിഖ് സാറൊക്കെ ജഡ്ജായിട്ടിരിക്കുന്നു. ഉർവശി ചേച്ചി ചിരിച്ച് ചേച്ചി പറഞ്ഞു, കാരണം ഇതൊരു സ്കിറ്റല്ല, ഇതൊരു സിനിമയാണ് നിങ്ങൾ ചെയ്തത്, ഒരു കുഞ്ഞു സിനിമ. കാര്യം അത്ര രസകരമായിട്ട് നിങ്ങൾ കലാകാരന്മാരെല്ലാവരും ചെയ്തു. ഒക്കെ അങ്ങനെയുള്ള കുറേ വൈറൽ സ്കിറ്റുകൾ എഴുതാനും ഒക്കെ അവതരിപ്പിക്കാനും ഒക്കെ അവസരം കിട്ടിയ വലിയ ഭാഗ്യമായിട്ട്. അങ്ങനെ കുറേ സ്കിറ്റുണ്ട്. പിന്നെ പെട്ടെന്ന് പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ചില സംഭവങ്ങൾ. അപ്പോൾ കഥാപ്രസംഗത്തിൽ തബല വായിക്കും, മനോജനസിലൂടെ തബല വായിക്കുമ്പോൾ തൊട്ട് തൊഴാൻ വരുമ്പോൾ ഇത് ഞാൻ തരത്തില്ലാതെ പറഞ്ഞ് കേട്ടുപിടിക്കുക. പിന്നെ നമ്മൾ ഒരു സംഭവം അവതരിപ്പിക്കുമ്പോൾ സ്പോട്ടിലിടുക എന്ന് പറയും. അന്നേരം സാഹചര്യം വെച്ചിട്ട് നമ്മളിടുന്ന ചില കൗണ്ടറുള്ള ചില കോമഡികളുണ്ട്. ഞാൻ ആക്ഷൻ കോമഡിയാണ് കൂടുതലും, ഡയലോഗ് കോമഡിയൊക്കെ ഒന്നും ഒത്തിരി ചെയ്യാറില്ല. പറഞ്ഞാൽ എനിക്കത് പാകപ്പെട്ട് വരത്തില്ല. ഇപ്പം ഞാൻ ആക്ഷൻ കോമഡിയാണ് തിരഞ്ഞെടുത്തത്, അതിൽ കൂടിയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ അത്ര മിടുക്കനല്ല, എന്നാൽ നല്ല മിടുക്കനായിരുന്നു. അതുകൊണ്ട് 234 മാർക്ക് SSLCക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അന്നൊക്കെ 265 വേണം, എത്ര മാർക്ക് കിട്ടുള്ളൂ. SSLC തോറ്റുപോയി. തോറ്റതിനകത്ത് ഒരു കുഴപ്പമില്ല, നമ്മൾ അപ്പോഴും ഹാപ്പിയാണ്. അപ്പോഴും ഉള്ളിൽ കല കിടക്കുക. നമ്മുടെ ലക്ഷ്യം വിദ്യാഭ്യാസവും ഉന്നതിയിലൊന്നുമല്ല, കല എങ്ങനെയും അതിൽ കൂടി യാത്ര ചെയ്യണം, ഒരു കലാകാരനാകണം എന്നുള്ള. അതിനുവേണ്ടി ആരെ കാണണം, എങ്ങനെ കാണണം ഒന്നും അറിയില്ല. തബല പഠിച്ചെന്ന് ഞാൻ പറഞ്ഞു, തബല ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ തബല പഠിച്ചത് തന്നെ വീട്ടിൽ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ അങ്ങനെ കുറേ അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കുമെന്ന് ഇങ്ങനെ അന്വേഷിക്കണം. അപ്പം ഞാൻ നമ്മുടെ അടുത്തുള്ള കുറച്ച് ദൂരെയുള്ളൊരു ചേട്ടനെ കണ്ട് പരിചയപ്പെട്ടു. ചേട്ടനോട് തബല പഠിക്കുക. പുള്ളി പറഞ്ഞു വെളുപ്പിന് വന്ന് വിളിക്കാവോ എന്നെ ചോദിച്ചു. അവൻ വരാമെന്ന് പറഞ്ഞു. ഒരു 6 മണിയൊക്കെ ആകുമ്പം വിളിച്ചാൽ മതി. പക്ഷെ പുള്ളി ആവില്ല, 4:30 മണിക്ക് വന്ന് തന്നെ വിളിക്കണം. എന്നിട്ട് 5:30 മണി വരെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് പറഞ്ഞേക്കാം. പിന്നെ എനിക്ക് പോകണം, പരിപാടിയും കാര്യമൊക്കെ ഉണ്ട്. പുള്ളിക്ക് മിക്കവാറും പരിപാടിയൊക്കെ ഉണ്ട്. കാരണം ചെല്ലുമ്പോൾ പുള്ളി ഉറക്കമായിരിക്കും, എത്ര വിളിച്ചാലും എഴുന്നേക്കത്തില്ല. പക്ഷേ ഈ പോകുന്ന പോക്ക്, അന്ന് സൈക്കിളില്ല, നടന്നു വേണം. അപ്പോൾ രാവിലെ 4:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു പറ്റം പട്ടികൾ അതിരിവിൽ. ഇവരെയൊക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സാഹസികമായിട്ടുള്ള ഓട്ടത്തിലേക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ കയ്യിൽ കുഞ്ഞൊരു കല്ലുണ്ടാകും, പെരുവരയിലെ കുത്തി പറക്കുക എന്നുള്ളതാണ്. അതായത് പണ്ട് പറയും മുടിയൊക്കെ കമ്പി പോലെ പുറകെ സ്പീഡിൽ ഓടുക. പുറകെ പട്ടി കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിയാണ് ഈ പറഞ്ഞ വീട്ടിൽ വന്ന് അവിടെ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് തവല വന്ന് അങ്ങനെ 1-2 നടകൾ പഠിച്ച് പിന്നെ അദ്ദേഹത്തിന് കൂടെ പിന്നെ ഗാനമേളകളും ബാലയ്ക്കും ഈ സ്കൂൾ ജീവനോത്സവങ്ങൾക്കൊക്കെ ഒരുപാട് വായിക്കാനൊക്കെ പോയി. തമിഴ് സ്റ്റാൻഡിങ് സമയത്താണ് വേണ്ടി ഞാൻ ബിരുദക്കാരനായത്. ബാല്യം ആ കലയുടെ ഓട്ടത്തിലായതുകൊണ്ട് വിദ്യാഭ്യാസം ഒക്കെ മാറ്റി വെക്കേണ്ടി വന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, കലാകാരനാകണം, കലയുടെ പുറകെ പറഞ്ഞ് അഭിനയിക്കണം എന്നൊക്കെ. അങ്ങനെ വന്നിപ്പം ഈ ഒരു പൊതുചാനലിന് മുമ്പിൽ വന്നിരിക്കുക ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണാം. എനിക്ക് പരിവവും പരാതിയോ മറ്റുള്ളവരോട് വെറുപ്പുകളോ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഇപ്പം എനിക്ക് തരുന്ന മറ്റുള്ള തട്ടിപ്പറിച്ചാലും ഒരാൾ തട്ടിക്കളഞ്ഞാലും അല്ലെങ്കിൽ അവൻ കൊള്ളത്തിലെന്ന് പറഞ്ഞാലും ഇതിനകത്തൊന്നും എനിക്ക് പരിവവും പരാതിയില്ല. എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ, എൻ്റെ അഭിനയം താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ കൊള്ളാമെന്ന് കണ്ടെങ്കിൽ എന്നെ ഒന്ന് കൂട്ടത്തിൽ കൂട്ടിക്കൂടെ എന്നൊരു അപേക്ഷയുള്ളൂ. അതൊരു പരിവവും പരാതിയൊന്നുമില്ല. ഞാൻ ഇന്നവരെ ഒരു കലാകാരന്മാരെ ആരായാലും കുറ്റം പറയുക, അവർ കൊള്ളത്തില്ലെന്നോ അല്ല അവർ താന്നെന്ന് ഞാൻ പറയാനോ ഒന്നും പോകാത്തൊരാളാണ്. എനിക്ക് അങ്ങനെ ആഗ്രഹമില്ലാത്ത ആളാണ്. അപ്പോൾ ഇത് എനിക്കുള്ളത് തരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അന്ന് വന്ന് ഇങ്ങനെ മുമ്പോട്ട് പോവാം.
ഞാൻ ഈ തബലയും മൃദംഗമൊക്കെ വായിച്ച് നടക്കുന്ന സമയത്ത് ഒരു ഡാൻസ് മാസ്റ്ററിൻ്റെ കൂട്ടിലായി ഞാൻ കുറേ കാലം ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ കലാപരിപാടികൾ ഇങ്ങനെ വായിക്കാൻ പോവുക. ഈ സ്കൂൾ യൂണിവേഴ്സും പിന്നെ ഈ അമ്പലത്തിൽ പരിപാടികളൊക്കെ വരുമ്പം അവിടെയുള്ള പ്രാദേശികമായി പഠിപ്പിച്ച് അരങ്ങേറ്റം നടത്തുന്ന പരിപാടികൾക്കൊക്കെ ഇത് ഓടി പോയിട്ടുണ്ട് ഈ മാസ്റ്റർ. അപ്പം അന്ന് ഒരു പെൺകുട്ടിയെ ഞാൻ കാണുകയും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു സുപ്രഭാതത്തെ പെണ്ണോട് വിവരങ്ങൾ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ കാലം പ്രേമത്തിലൊക്കെ ആയി. പ്രേമത്തില പിന്നെ എന്നോട് താല്പര്യമായി, കുഴപ്പമില്ലാക്കി നിന്നു. അപ്പോൾ അതിന് ഈ തബല വായിച്ച് കൂടുതൽ നടന്നിട്ട് അത്ര സാമ്പത്തിക ബൾക്കാടൊന്നും കിട്ടത്തില്ല, അത്യാവശ്യം കാര്യങ്ങളാണെന്ന് പോകുന്നുള്ളൂ. അപ്പോൾ അതിന് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഇതുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, ഇപ്പോൾ ഒരു തൊഴിൽ പഠിക്കണം. അപ്പം ഞങ്ങൾ ഈ ആശാരിപ്പണി മരപ്പണി ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ആശാരിമാർ. പക്ഷേ കുലത്തൊഴിൽ മുമ്പിലുള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു പറ്റുമെങ്കിൽ പണി പഠിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ പണി പഠിക്കാൻ വേണ്ടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മലബാറിലുള്ളൊരു നമ്മുടെ ഒരു ബന്ധുവുണ്ട്, അങ്ങനെ മലബാറിന് ഞാൻ പോയി. അപ്പം ഞാൻ പോയപ്പം ഈ സ്നേഹിച്ച പെൺകുട്ടിയോട് പറഞ്ഞു ഞാൻ മലബാറിന് പോവാം, പണി പഠിച്ച് കുറച്ച് പണി അറിയാമെങ്കിലും കുറേ ഏറെ പഠിച്ച് കഴിഞ്ഞ് ഞാൻ നല്ലൊരു തൊഴിൽ ചെയ്യുന്ന ആളായിട്ട് നല്ല തൊഴിലാളിയായിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പം ഞാൻ പോവാം, ഞാൻ ലെറ്റർ എഴുത്തിടാം. അപ്പോൾ അവൾ ഒന്നും മിണ്ടിയില്ല, തലയാട്ടി ചെറിയ സങ്കടമൊക്കെ കാണിച്ചപ്പം ഞങ്ങൾക്ക് കൂടെ നിന്നൊരു ഹംസം ഉണ്ടായിരുന്നു, ഒരു പയ്യൻ. ഞങ്ങൾ ചേട്ടാന്നാണ് വിളിക്കുന്നത്. പുള്ളി പോകാമെന്ന് കഴിച്ചല്ലോ, പുള്ളി നല്ല ബ്രില്യൻ്റാണ്. ഇപ്പോൾ പുള്ളി ഞങ്ങളുടെ ഹംസമായപ്പോൾ തന്നെ ഞാൻ ലെറ്റർ ഇടുന്ന പുള്ളിയുടെ അഡ്രസ്സ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ വീട്ടിലിട്ട് പറഞ്ഞാൽ വീട്ടുകാരറിഞ്ഞ് വിഷയമാക്കണ്ട, അവൾ പ്രേമ ലെറ്റർ ഇട്ടു പറഞ്ഞ വിഷയമാണ്. ഞാൻ അദ്ദേഹത്തിന് ഇട്ട് കൊടുക്കും, കൂട്ടുകാരൻ്റെ കൊടുക്കും. പുള്ളി കൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടി കൊടുക്കും. ഇങ്ങനായി 2-2.5 വർഷത്തോളം ഞാൻ മലബാറി വന്നു. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് മറുപടിയൊക്കെ വരുന്നുണ്ട്. ഞാൻ തിരിച്ച് മലബാറിൽ നിന്ന് നാട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് നിൽക്കാൻ പറ്റും, കാരണം പ്രേമം കിടക്കുകയാണല്ലോ. സ്നേഹിച്ച പെൺകുട്ടി, അവളെ കാണണം, അതാഗ്രഹം, വളരെ ആഗ്രഹമായിട്ട് ഓടി. ഞാൻ അവിടെ ചെന്നു. ഈ പറഞ്ഞ പ്രദേശത്ത് ചെന്നപ്പോൾ തന്നെ എനിക്ക് ഒരാൾ പറഞ്ഞു എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു മലബാറിലായിരുന്നു. എന്നാ വന്ന? ഞാൻ പറഞ്ഞു ഇന്നോസം വന്നു. അറിഞ്ഞില്ലേ? പറഞ്ഞു എന്ത്? മറ്റേ പെൺകൊച്ചുണ്ട്, അതിനെ മറ്റേ അവൻ കിട്ടുക, അറിഞ്ഞോ? അടുത്ത ആഴ്ച കല്യാണം കണ്ടാൻ തോന്നുന്നു. ഞാൻ ഞെട്ടിപ്പോയി, കാരണം എനിക്ക് ഹംസമായിട്ട് തന്ന ആ പുള്ളി അവളെ കല്യാണം കഴിക്കുക. ഈ ഒരു പ്രതീക്ഷ. ഞാൻ പണി പഠിച്ചത് എങ്ങനെയും പണിക്കാരനായി പണി പഠിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഒരു വീടിന് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും ചെയ്യാമെന്ന ചങ്കൂറ്റത്തോടു കൂടി 2-2.5 വർഷം നിന്ന് പഠിച്ച് ഞാൻ വന്നിരിക്കുക. ഒരു വീരയോദ്ധാവരെ പോലെ വന്നിരിക്കുക. ഇനിയും ഈ രാജകുമാരികളെ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം അടിച്ചു പൊളിക്കും, സന്തോഷകരമായിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഹംസം നിന്നാണ് അടിച്ചുകൊണ്ട്. പക്ഷേ അത് ചില സമയത്ത് ഞാനിങ്ങനെ എൻ്റെ വൈഫിനോട് പറയും, അവൾ വഴക്കൂടും പറയും, ഇതാ ഒരുത്തി പോയില്ലേ, നിങ്ങളുടെ സ്വഭാവം കൊണ്ടാ, ആ സ്വഭാവം ഇവിടെ ഇറക്കല്ലോ എന്ന് പറയും. ഞാൻ പറയും വെറുതെ ചുമ്മാ ഓർമ്മയില്ല, മറന്നു പോയി. പിന്നെ നമ്മളെ ജീവിതമായി. പിന്നെ അപ്പോൾ അങ്ങനെ നിന്ന് വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് അമ്മ പറയുന്നത് അപ്പച്ചിയുടെ അടുത്തങ്ങാണ്ട് ഒരു പെൺകുട്ടി ചെങ്ങന്നൂരാ ബന്ധത്തിൽപ്പെട്ട അറിയാവുന്നൊരു പെൺകൊച്ചുണ്ട്, അതിനെ പോയി ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ പെണ്ണ് കാണാൻ 2-3 സ്ഥലത്ത് പോയി. ഞാനും എൻ്റെ കൂട്ടുകാരനോട് കൂടി ചെങ്ങന്നൂർ ഒരിടത്ത് പെണ്ണ് കാണാൻ പോവാം. അവിടെ ചെന്നപ്പോൾ മനസ്സിൽ തോന്നിയോ നമ്മളെ കാര്യം ഇഷ്ടപ്പെടാൻ. അന്ന് ഇതുപോലൊന്നുമല്ല, കറണ്ട് പഠിച്ച വേറൊരു രൂപമല്ല, ഒറ്റ പൈപ്പ് പോലും ഇരിക്കും ഞാൻ, കാരണം വണ്ണമില്ല ഒന്നുമില്ല, പൈപ്പ് എന്നിരിക്കും അങ്ങിരിക്കുന്നതാണ് കുഴപ്പാൻ്റെ കിട്ടും. ഞാനായാലും കൂട്ടുകാരനോട് പറയുമ്പോൾ അവനും എൻ്റെ കൂടെ മിശ്ര ഞാൻ ഇതിനൊക്കെ ഫുള്ള് മിരുക ലഡുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കാൻ വേണ്ടി അവൻ വരും. പിന്നെ അവൻ പറഞ്ഞു അവനെ കൂട്ടി ഞാൻ പറഞ്ഞ വീട്ടിൽ ചെന്നപ്പം ഞാൻ നോക്കുമ്പം ഇവരൊരു ആങ്ങൾ ഗൾഫിലുണ്ട്, 2 പേര് ഗൾഫിലുണ്ട്. അപ്പോൾ ഒരാങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം VCR, അന്നൊക്കെ VCR മറ്റേ പെട്ടിക്കാസിൽ ഇടുന്ന അത് ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ, റയറാണ്. അപ്പോൾ ഈ വീട്ടിൽ ഞാൻ പെണ്ണ് കിടക്കുന്ന വീട്ടിലുണ്ടത്.
ഇപ്പം 3-4 ആമ്പിള്ളേർ ചെറു സെറ്റുകളും കുറേ ആൾക്കാരും ഒക്കെ ഇരുന്നിട്ട് ഈ വീഡിയോ കാസറ്റ് കാണുക, നമ്മുടെ പെട്ടി കാസറ്റ് കണ്ടുകൊണ്ടിരിക്കുക. ഞാനും പിന്നെ എൻ്റെ ഈ സഹോദരനും കൂടെ കയറി. അപ്പച്ചി വിളിച്ചപ്പോൾ അപ്പച്ചി ഒന്നും കൂടെ ഒന്നുമില്ല, അത് ഞങ്ങൾ പോയാൽ മതി പറഞ്ഞു. ഞങ്ങളങ്ങനെ വീട്ടിൽ ചെന്ന് കയറി ചെരുപ്പ് ഇങ്ങനെ ഊരി കയറി വരൂ പറഞ്ഞ് അകത്തോട്ട് കയറി ടി വി നോക്കുമ്പോൾ ഞാൻ നിൽക്കുന്നു ടി വിക്കകത്ത്. ഞാൻ കിടുങ്ങിപ്പോയി. എൻ്റെ പരിപാടി ഈ ഗൾഫിൽ നിന്ന് വന്ന അളിയൻ കാസറ്റ് കൊണ്ടുവന്നിട്ട് കലാമറഹ്മാനിക്കയുടെ കൂടെയുള്ള ഒരു പരിപാടിയാണ്. അത് നല്ല ഷോ ആയിരുന്നു അന്നൊക്കെ, പെട്ടി കാസറ്റ്. അത് ഇവരിട്ട് കണ്ടു ചിരിച്ച് നിൽക്കുക. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നെ നോക്കിയിട്ട് അയ്യോ ആ പുള്ളിയല്ല ഈ പുള്ളി എന്ന് പറഞ്ഞു. അപ്പോൾ 2 ചെറുസെട്ടുണ്ട്. ഒന്ന് ഇവിടെ എൻ്റെ വൈഫിൻ്റെ ആങ്ങളെയും പിന്നെ ചേട്ടൻ്റെ മോനും രണ്ടാം ചെറുപ്പാണ്. അവരെല്ലാം പറഞ്ഞു ഇത് ഫിക്സ്, ഈ അളിയനെ മതി, നിങ്ങൾക്ക് ഈ നിൽക്കുന്ന അങ്ങനെയാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. അല്ലെങ്കിൽ ഉഴപ്പിത്തല്ലി വിട്ടനെ, കാരണം നമ്മളത്ര വലിയ ഗ്ലാമറുള്ള ആളൊന്നും അല്ലാത്തതുകൊണ്ട്. ഈ ഒരു കാസറ്റ് കണ്ടോട് കൂടിയാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. ഇപ്പോൾ 28-30 വർഷമായി. 30 വർഷം ആഘോഷിച്ചില്ല. ഇടയ്ക്ക് പെണ്ണുമ്പോൾ പറയും കുറേ എത്രയാണെന്നറിയാം, പറയാം നമ്മൾ നോക്കാം നമ്മളങ്ങ് പോവുമല്ലോ, കുറച്ച് ദൂരം ചെല്ലുമ്പം ഒന്ന് നിന്ന് തിരിഞ്ഞു പോകാം, അല്ലാതെ ഇപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെന്ന് പറയാം. 30 വർഷം അടുത്തായി. അപ്പം മകൻ വളർന്ന് മോനെ സൗണ്ട് എഞ്ചിനീയറാണ്. ഇപ്പോൾ ഒരു FM റേഡിയോയിൽ മാക് ഫാസ്റ്റ് അവിടെ ജോലി ചെയ്യുക. മോളുണ്ട്, മോള് ചേർത്തലൊരു കോളേജ് നിന്നിട്ട് ഇത് ഡോക്ടർ ഓഫ് ഫാർമസിക്ക് പഠിക്കുക, അവിടെ നിന്ന് പഠിക്കും. പിന്നെ വൈഫുണ്ട്, പുള്ളിക്കാരിയാണ് ഗൃഹഭരണമല്ലേ, ഇപ്പം കടഭരണമാണ്. എൻ്റെ കട ഭരിക്കുന്നത് പുള്ളിക്കാരി. നേരത്തെ ഗൃഹഭരണമാണ്, ഇപ്പം കടഭരണമായിട്ട് നിൽക്കുന്നു. ഞാനില്ലാത്തപ്പോൾ പുള്ളിയാണ് നിൽക്കുന്നത്. ഇപ്പം മിക്കവാറും എന്നെ അവൾ കട ഇരുത്താറില്ല. കാരണം കടങ്ങൾ കുറേയേറെ പോകുന്നുണ്ട്. നമ്മൾ കലാകാരൻ ശുദ്ധ മനസ്സുകാരനല്ല. ഇപ്പം വന്ന് പറയുമ്പോൾ തന്നെ കൊടുക്കും. അപ്പോൾ ചില ചേച്ചിമാരുണ്ട്, നമ്മുടെ ആർക്കറിയാവുന്ന ചില ചേച്ചിമാർ വന്ന് കറക്റ്റായിട്ട് വന്ന് കടവും മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും, ബുദ്ധിപരമായിട്ട് മേടിക്കുകയും ചെയ്യും. പുള്ളിക്കാർ പറയും നിങ്ങളിനി കൊടുക്കരുത്. അതൊന്നുമില്ല കേട്ടോ, എല്ലാം തരുന്നവരൊക്കെ പാവങ്ങളാണ്, ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ ചോദിക്കുന്നതാണ്, നമ്മളത് കൊടുക്കും, പലരും കൊടുക്കും. വിഷുവിനൊന്ന് 10-12 ആയപ്പോഴത്തേന് ഒരു ചേച്ചി ഇതുപോലെ കടയിൽ വന്നു. എനിക്ക് സത്യം ഉണ്ടെന്ന് പലരും വിളിച്ചു പോയി. വന്നിട്ട് പറഞ്ഞു ഇതുപോലെ 1 കിലോ അരി കൊണ്ടു. ഞാൻ പറഞ്ഞു വിഷുവായിട്ട് അരിയും മേടിക്കണം. അതെന്താ? ഞങ്ങൾക്ക് കഞ്ഞി വെച്ച് കുടിക്കട്ടെ. ഞാൻ ചേച്ചി ഇത്ര വേണ്ട അരി ഇല്ലായിരുന്നു. അപ്പം 3-4 വീട്ടിലൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീ, എനിക്ക് ജോലിക്ക് പോകണം, വീട്ടിലൊക്കെ പോയിട്ട് വന്നു. അപ്പം ഞാൻ വീട്ടുകാരൻ തന്നില്ല. വിഷുവായിട്ട് അവരോടൊക്കെ നമ്മളെങ്ങനെ ചോദിക്കുന്നത്, കാണാൻ 1 കിലോ അരി താന്ന് പറയും. ഞാൻ 1 കിലോ അരി തൂക്കി. അപ്പോൾ എനിക്ക് മനസ്സിലൊരു സങ്കടം, അതാ ഇത്ര നല്ലൊരു ദിവസമായിട്ട് ഈ ചേച്ചി 3-4 വീട്ടിൽ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഇത് സങ്കടമായി പോലും എന്ന് വിചാരിച്ചു. അരി കൊടുത്തു. എന്നിട്ട് മേടിച്ചിട്ട് പറഞ്ഞു അരിയുടെ വില എൻ്റെ തന്നു. ഞാൻ പറഞ്ഞു കറിയൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, വിഷുവായിട്ട് വില വെച്ചിട്ടായിരിക്കും പോലും. ഇല്ല വേണ്ട, കറിക്ക് എന്തെങ്കിലും വേണം, കറിക്കൊന്നും ഇരിപ്പില്ല, എന്തെങ്കിലും വേണം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജയിച്ചെന്നാൽ ഇവിടെ ചെറിയ രീതി പച്ചക്കറി എന്തെങ്കിലും കാണും, എന്തെങ്കിലും വേണം കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു. പൈസ പിന്നെ മതി. വേണ്ട അത് വേണ്ട, കാരണം അത് ബാധ്യതയാകും, നമുക്കത് ഞാൻ ഉള്ളതൊന്നും മേടിച്ചോളാം, കുഴപ്പമില്ല. ഇന്നലെ ഒക്കെ വെച്ച കറിയുടെ ശകലമൊക്കെ കാണും, അത് മരുന്ന് പറയും. ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോകും, കുഴപ്പമില്ല പിന്നെ തന്നാൽ മതി, വേണ്ട കണ്ടാന്ന് പറഞ്ഞു. അരി മേടിച്ചുകൊണ്ട് ആ ചേച്ചി ബാധ്യതയാവെന്ന് പറഞ്ഞ് നടന്നു പോകുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം നമ്മൾ ചിന്തും ഈ ഭാഗ്യം ചെയ്തവരെന്നൊക്കെ പറയത്തില്ലേ, നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാ. എത്രയോ മനുഷ്യർ സങ്കടപ്പെട്ട് സ്വന്തം ദുഃഖങ്ങൾ പുറത്ത് പറയാതെ ഉള്ളതുകൊണ്ട് കഴിഞ്ഞു പോകുന്ന എത്രയോ പാവങ്ങളുണ്ട്. ബാബി പരിപാടി എന്ന് പറഞ്ഞാൽ 1-2 സിനിമ ഈയിടെ പോയി ചെയ്തിരുന്നു. ദൈവത്താങ്കുന്ന് എന്നൊരു ഫിലിം, അതായത് ജോഷി മാത്യു സാറിൻ്റെ പടം. അതിനകത്ത് നല്ലൊരു വേഷമായിരുന്നു, ആദിവാസിയായിട്ടായിരുന്നു.